നമസ്കാരം സന്ദീപ്. നമസ്കാരം സന്ദീപ് ചേട്ടാ. സന്ദീപ് പുത്തൂർ. പുത്തൂരും വീട്ടിലെ പുത്തൂര് എന്ന് പറഞ്ഞ തൃശ്ശൂര്. തൃശ്ശൂര് പുത്തൂര് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ സന്ദീപ് ഏട്ടാ, ആരെയാണ് നമ്മൾ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്? നമ്മള് മിമിക്രിയില് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ നവാസിക്ക. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലത്തെ ഒരു പഴയ കാലത്തെ വോയിസ്, പഴയ ഒരു വോയിസ് ആണ്. ശരി, കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാഭവൻ നവാസ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ ബ്രദറാണ് നിയാസ്. നിയാസിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മിമിക്രിയിലെ സജീവ സാന്നിധ്യമാണ്. എൻ്റെ മദറിൻ്റെ വീട് എറണാകുളത്താണ്. അവിടെ കൊച്ചിൻ കലാഭവൻ്റെ അടുത്ത് തന്നെ ഒരു വൺ മാൻ ഷോ അവതരിപ്പിക്കുകയും അത് അന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന KS പ്രസാദേട്ടൻ അത് കാണുകയും എന്നെ കലാഭവനിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോളിന്റെ മാന്ത്രികൻ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ ചേട്ടനെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാ മറക്കാൻ പറ്റാത്ത ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് ഗോളുണ്ട്. പക്ഷെ കോഴിക്കോട്ടത്തെ ആൾക്കാർ അറിഞ്ഞൂടെ, ഭയങ്കര ഇതല്ലേ, എനർജി അല്ലേ. അപ്പൊ നമ്മള് കളി തീരാനായിട്ട് ഒരു 10 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം. ആ സമയത്ത് നമ്മളൊരു സിസർ കട്ട് അടിച്ചിട്ട് ഗോളാക്കി. വലിയ സംഭവമായി. നമ്മളിപ്പോ സിസർ കട്ട് ഇപ്പൊ കൊൽക്കട്ടയിലും ബംഗാളിലൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇപ്പൊ കോലത്തും പാടത്തെ പിള്ളേരൊക്കെ ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നല്ല കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഓരോ നിമിത്തങ്ങളായിട്ട് സംഭവിക്കുന്നതാണ് എന്റെ സാറേ. ഇനി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചയുടെ സൗണ്ടാണ് കേൾക്കാൻ പോകുന്നത്. അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുറെ ആരൊക്കെയാണ് ട്രോൾ ചെയ്യപ്പെടുന്നത്. ഇപ്പോ പ്രധാനപ്പെട്ട നടന്മാര്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനർത്ഥം ഞാൻ ഫേമസ് ആണ്, ഞാനിപ്പോഴും സമൂഹത്തിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ട്രോളുകളും. വ്യവസായ പ്രമുഖനും പിന്നെ കേരളത്തിന് പുറത്ത് ഒരുപാട് മലയാളികൾക്ക് തൊഴിൽ കൊടുത്ത ലുലു ശൃംഖലയുടെ അമരക്കാരനുമായ നമ്മുടെ പ്രിയപ്പെട്ട MA യൂസഫ് അലി സാറിനെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ആകണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ സാധ്യമല്ല. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുകയും അതിനുശേഷം കുടുംബവുമായി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒറ്റ പ്രക്രിയ മാത്രം നടത്തുന്നവന് ഒരു പക്ഷേ ജീവിതത്തിൽ ഫലം നേടാൻ സാധ്യമല്ല. നേരെ മറിച്ച് ആഴ്ചക്കണക്കിനോ മാസക്കണക്കിനോ കുടുംബത്തിൽ നിന്ന് വിട്ട് പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും പല രാജ്യങ്ങൾ യാത്ര നടത്തുകയും ചെയ്യുന്ന കച്ചവടത്തിനായി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ചില നഷ്ടപ്പെട്ടാൽ മറ്റു ചില നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി ദിലീപറിന്റെ ഒരു വോയിസ്, അദ്ദേഹത്തിന്റെ ഒരു ലൈവായിട്ടുള്ള ഇന്റർവ്യൂ ശബ്ദമാണ്. എന്ത് സംഭവം അറിയോ, എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ കിട്ടി. നാദിർ ഷെരീഫ് സലീമിന് വെച്ചിട്ടുള്ള ഷോ ആയിരുന്നു. സലീം കുമാർ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവര് തമ്മിൽ ഭയങ്കര പാരയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ജീവിതത്തിൽ ഒരു പാട്ടുപാടി നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയില് വലിയൊരു ചർച്ചാണ്. ആ ചർച്ചിന്റെ മുമ്പിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ആ ചർച്ച് ഇത് ഓൾറെഡി കുറെ ആളുകൾ ഇങ്ങനെ പോയോണ്ടിരിക്കാം. അപ്പൊ ഈ ആളുകളെ കണ്ടപ്പോ നാദിർഷ പറയാ, എന്റെ ഗാനമേള കഴിഞ്ഞിട്ട് ആൾക്കാർ പോണ പോലെ ഇല്ലേ ഇത്. ഉടനടി സലീം കുമാർ പറയാ, ശരിയാണ് നിന്റെ ഗാനമേള കഴിഞ്ഞിട്ട് പോകുന്നത്, പക്ഷെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അടിപൊളി കൊള്ളായിരുന്നു. ശരി, അപ്പൊ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ടാസ്ക് തരാൻ പോവാണ്. അതിനുശേഷം മാസ്റ്റേഴ്സിന് പറയാനുള്ള എന്താന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. താര തിരുമറി. ഡയലോഗ്. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഏതാ സിനിമ എന്നറിയോ? ഇത് വടക്കു നോക്കിയന്ത്രം. ഇത് ഇനി സന്ദീപ് ഏട്ടൻ പറയേണ്ടത് ഇന്നസെന്റ് നേട്ടന്റെ വോയിസിൽ. അയ്യോ പറ്റില്ലേ? ട്രൈ ചെയ്ത് നോക്ക്. എല്ലാം ഇപ്പൊ ശ്രമിക്കുവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതും ശ്രമിച്ചു നോക്ക്. നമുക്ക് ഇന്നസെന്റ് ഏട്ടന്റെ വോയിസിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കേട്ട് നോക്കാം. ഹോട്ടലാന്ന് കരുതിയിട്ട് വൃദ്ധം ബാർബർ ഷോപ്പിൽ കയറി. എന്നിട്ട് എന്തുണ്ടായെന്നറിയോ? എന്തുണ്ട്? അപ്പോ ആ ബാർബർ പറഞ്ഞു,
കട്ടിങ്ങും ഷേവിങ്ങും. അന്ന് 2 പ്ലേറ്റ് ഇങ്ങോട്ട് പണ്ടാറാണിങ്ങിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഓക്കെ, മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഇക്ക. നന്നായിരുന്നു, ശബ്ദങ്ങളൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചതൊക്കെ നന്നായിരുന്നു. നിങ്ങൾ എടുക്കാൻ ശ്രമിച്ച ശബ്ദങ്ങൾക്കെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും അതിന് ഇഷ്ടം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസഫ് അലി സാറിൻ്റെ ശബ്ദമാണ് ഏറ്റവും മാച്ചായിട്ട് ഫീൽ ചെയ്തത്. താങ്ക് യു. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും മിമിക്രി വേദിയിൽ മിമിക്രി ആയിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ശബ്ദം തന്നെയാണ് ഏറ്റവും ആദ്യം പരീക്ഷിക്കേണ്ടത്. അത് ഒരു നമ്മൾ സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരൻ്റെ ഉപദേശമെന്ന് മാത്രം വിചാരിച്ചത്. ചേട്ടാ, പുതുമ കണ്ടെത്താനുള്ളൊരു ശ്രമം ഉണ്ടല്ലോ നമ്മുടെ ഈ പറഞ്ഞ നമുക്ക് സ്ഥിരം ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി പുതിയ സംഭവങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു എഫർട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇക്ക പറയുന്നതെന്ന് പറഞ്ഞാൽ 100-ൽ 100 ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ അത്തരം സംഭവങ്ങൾ ചെയ്യുന്നൊരു കലാകാരനാണ്, അതും വേണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഇതിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മളെയൊക്കെ കടത്തി വെട്ടി നമ്മളെയൊക്കെ വിഴുങ്ങാൻ കഴിയുന്ന മികച്ച കലാകാരന്മാരാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കലാകാരന്മാരിൽ ഒരാളായി മാറട്ടെ സന്ദീപ് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനിയും ഗംഭീരമായ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് വരിക. ഓക്കെ, താങ്ക് യു. ചേട്ടാ, സന്ദീപ് ആദ്യമായിട്ടാണ് ഒരു TV ഷോയിൽ വരുന്നത്? അല്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഭയം കിടപ്പുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. ഫുൾ കോൺഫിഡൻസിൽ ചെയ്തോ? ചിലപ്പോൾ കുറവുണ്ടെങ്കിലും അതിന്റെ മുകളിൽ കയറി നിൽക്കും ആ കോൺഫിഡൻസ്. നമ്മള് ആദ്യമായിട്ടാണ് ഈ ശബ്ദങ്ങള്. അത് നല്ല കാര്യം തന്നെയാണ്, കാരണം അതിനുള്ള ധൈര്യം കാണിച്ചില്ല. ഒരു പുതിയ സ്ഥിരമായിട്ട് ഉള്ളൊരു ഓർഡർ അല്ലാണ്ട് പുതിയ ആൾക്കാരാണ് കൊണ്ടുവന്നത്. അത് തന്നെ ഏറ്റവും വലിയ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് വലിയൊരു കഴിവുള്ളതുകൊണ്ടാണ് പുതിയതിലേക്ക് പോകാൻ പറ്റുന്നത്, അല്ലാണ്ട് സ്ഥിരം അനുകരിക്കുന്ന ആൾക്കാരെ വെച്ച് മാത്രം ജീവിക്കുന്ന ആളല്ല. ഇപ്പൊ പുതിയതായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഒരു ഭയം പോലെ മുഖത്ത് കാണുന്നത്. അതൊരു ഡയലോഗിന്റെ ഒരു അതിന്റെ അപ്പൊ അതങ്ങ് മാറ്റി വെച്ചേക്കിട്ടോ, ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്തോ. ഇവിടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാനുള്ള ആൾക്കാരാണ്, ഇനി മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് പോകാൻ. ധൈര്യമായി ഇപ്പൊ ചെയ്തതെല്ലാം നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതൊന്നും കൂടി പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും ഗംഭീരമാകും. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഓക്കെ അല്ലേ എല്ലാം? അല്ലേ?